മുസ്ലിം ലോകത്ത് ഒരു വിശ്വാസമുണ്ട്, ക്രൈസ്തവർക്കുള്ള അതേ ഒരു വിശ്വാസമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാനിരിക്കുന്നു. അന്ത്യനാളിൽ അദ്ദേഹം തിരിച്ചു വരും. തിരിച്ചു വന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്ന വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഉമ്മത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഉമ്മത്തിന് ലവലേശം പേടിയില്ല. ഏത് സച്ചാധിപതി വന്നാലും, ലോകത്ത് ആര് തന്നെ അരങ്ങ് തകർത്താലും ഇല്ല, നമുക്ക് ബേജാറാവാനില്ല. സാക്ഷാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിൽ തിരിച്ചു വരികയും ആ ഈസാ പ്രവാചകന്റെ കീഴിൽ ലോകം മുഴുവൻ അണിനിരക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരിടത്തല്ല, ഒരുപാട് ഇടങ്ങളിൽ ഒരു സംശയത്തിനും വകയില്ലാത്ത വിധത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ. അല്ലയോ ഈസാ, താങ്കളെ ഞാൻ മരിപ്പിക്കുകയാണ്, താങ്കളെ ഞാൻ എന്നിലേക്ക് ചേർക്കുകയാണ്, ഞാൻ എന്നിലേക്ക് ഉയർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അവിടെ മുതവഫീക എന്ന പദം പ്രയോഗിക്കാതെ റാഫിഉക ഇലയ്യ, എന്നിലേക്ക് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിശ്വാസത്തിന് ന്യായമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ വഫാത്ത് പ്രയോഗിക്കുന്നുണ്ട്. മുതവഫീക, ഞാൻ താങ്കളെ മരിപ്പിക്കുകയാണ്. ഈ പദം വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പ്രയോഗിച്ചത് എന്ന് നോക്കാം. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, എന്നെ സ്വാലിഹുകളുടെ സജ്ജനങ്ങൾ